ഹലോ റുക്കു ബേബി, എടാ വീഡിയോ എടുക്കാം അവിടെ നോക്കി. ഹലോ എവ്രി വൺ, വെൽക്കം ടു കുട്ടി ക്രോണിക്കിൾസ്. നമുക്കിന്ന് റുക്കു ബേബിയുടെ ഒരു ക്യുക്ക് ബാക്ക് പാക്കിംഗ് വീഡിയോ കണ്ടാലോ? നമ്മളിന്ന് റുക്കു ബേബിയായിട്ട് നാട്ടിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പോൾ ഒരു ക്യുക്ക് ബാക്ക് പാക്കിംഗ് വീഡിയോ എടുത്താലോ എന്ന് പെട്ടെന്ന് ആലോചിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അല്ലേ? ആദ്യം നമുക്ക് ഡയപ്പേഴ്സാണ് വേണ്ടത്. ഇത് മറന്നു പോകാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇതെടുത്ത് വെക്കും. കുറച്ച് ഡേയ്സാണ് നമ്മൾ വീട്ടിൽ പോയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള അത്രയും ഡയപ്പേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വെറ്റ് വൈപ്സ് ആണ്. വൈപ്സ് ഞാൻ ഡയപ്പർ ബാഗിലാണ് വെക്കുന്നത്. പിന്നെ ബേബിനെ കുളിപ്പിക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വെക്കുന്നത് നോക്കാം. ഇത് അവൾക്ക് യൂസ് ചെയ്യുന്ന ടവലാണ്. പിന്നെ 2 ഡ്രൈ ഷീറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രൈ ചെയ്യുന്ന വാഷ് ക്ലോത്ത്സ് പോലെ 2 ഉണ്ട്. അത് ഇത്രയും സാധനങ്ങളാണുള്ളത്. പിന്നെ അവൾക്ക് യൂസ് ചെയ്യാനുള്ള, പിന്നെ കുളിക്കാൻ യൂസ് ചെയ്യുന്ന ടോയ്ലറ്ററീസും അവളുടെ ബക്കറ്റും ഒക്കെ നമ്മൾ കൊണ്ടുപോകും. ആ സാധനങ്ങളെല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവളുടെ ടോയ്ലറ്ററി, സോപ്പ്, ഷാംപൂ, എണ്ണ, അതെല്ലാം. പിന്നെ അവളെ ടബ് ഞാൻ കുളിപ്പിക്കുന്ന വീഡിയോയിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന സീറ്റും ഇതെല്ലാം റുക്കു ബേബിയുടെ ബാത്തിങ് വീഡിയോയുടെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഡേയ്സ് നിൽക്കുമ്പോൾ ഇടാനായിട്ടുള്ള ഡ്രസ്സസാണ് ഇത്. ഇത് 3 അവളുടെ കോഡ് സെറ്റാണ്. അപ്പം ഇത് എന്താ നമ്മൾ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് അവളെ ഇടിപ്പിക്കാനൊക്കെ ആയിട്ടാണ്. അപ്പം നാട്ടിൽ പോകുമ്പോൾ നമ്മൾ ഇടയ്ക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാറുണ്ട്. പിന്നെ അതേ അവളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ക്യൂട്ടായിട്ടുള്ള നല്ല ഫ്രോക്സാണ്. അതിപ്പം അതും വയ്ക്കാം. പിന്നെ അറിയാമല്ലോ, നമ്മൾ ഇപ്പോൾ 2-3 ദിവസത്തേക്കാണ് നിൽക്കുന്നതെങ്കിലും നമ്മൾക്ക് യൂസ് ചെയ്യുന്ന കാട്ടിലും ഡ്രസ്സസ് ബേബീസിന് വേണം. അവർ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് 2 ടവൽ വെറുതെ വെച്ചേക്കുന്നതാണ്. എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാം. വൈറ്റമിൻ D3 ബാഗിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അവൾക്ക് കുറച്ച് വൺസീസും ഒരു റോംപർ സെറ്റുണ്ട്. ഇത് വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ്. എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവൾക്ക് എപ്പോഴും ഈ എളുപ്പത്തിന് ഇടിപ്പിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡ്രസ്സിന് മാച്ച് ആവുന്ന രീതിയിൽ ഒരു സോക്സ് എടുത്തിട്ടുണ്ട്. അപ്പം അതും ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കുകയാണ്. പിന്നെ ജസ്റ്റ് ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്. ഇപ്പം മഴയൊക്കെ ആണല്ലോ, നമ്മൾ പുറത്തൊക്കെ പോകുമ്പം യൂസ് ചെയ്യാം. അതിപ്പം ഒരു പിങ്ക് കളറാണ് എടുത്തത്. അവളുടെ കയ്യിൽ ഇപ്പോൾ എടുത്തേക്കുന്ന ഡ്രസ്സെല്ലാം പിങ്ക് ഷെയ്ഡ്സ് ഒക്കെയാണ്. പിന്നെ ഒരു ബർബ് ക്ലോത്ത്, അത് എന്തെങ്കിലും ആവശ്യം വരും, നമ്മൾ ഈ വാഷ് ക്ലോത്തൊക്കെ യൂസ് ഉണ്ടാവും. അപ്പോൾ അതെടുക്കുക. ഇതൊക്കെ എവിടെ കൊണ്ടുവച്ചേക്കുന്നു? അയ്യോ, എനിക്ക് ഭയങ്കര വെപ്രാളം. പോകാൻ സമയമായില്ലേ? ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വെപ്രാളപ്പെട്ട് എടുക്കുന്ന വീഡിയോ ആണ്. എനിക്കിപ്പോൾ ക്ലാസ് എടുക്കാൻ പോകണം. ക്ലാസ് എടുത്തിട്ട് നമ്മൾ ഫാമിലി ആയിട്ടാണ് നാട്ടിലേക്ക് പോകണം. എൻ്റെ അമ്മയും അനിയത്തിയും ഇവിടെയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ക്ലാസ് എടുത്ത് ആ സ്പോട്ടിൽ നിന്നാണ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഷെഡ്യൂളായിരുന്നു ഇന്നത്തെ ദിവസം. നമ്മൾ നാട്ടിൽ പോവുകയാണെങ്കിൽ ഇനിയിപ്പോൾ പപ്പയും മമ്മിയൊക്കെ US പോകുന്നതിൻ്റെ യാത്രയപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നേരെ മാവേലിക്കരയിൽ പോയി പപ്പേനെയും മമ്മീനെയൊക്കെ കൊണ്ട് തിരിച്ച് എറണാകുളം വന്നിട്ട് നമ്മൾ മൺഡേ അവരെ US യാത്ര അയക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ ഓൾറെഡി വൈകി. അപ്പം ഞാൻ എന്തായാലും ബാഗ് പാക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പം തന്നെ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാൻറ്റീസ് ഒരെണ്ണം കണ്ടില്ല, ഞാൻ എവിടെയും ഉണ്ട്, അതെടുത്ത് വയ്ക്കണം. അപ്പോൾ അത് അവൾക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ്. പിന്നെ 2 സ്ലീപ്പ് പീസ്, ഇത് മസ്റ്റായിട്ടും ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നൈറ്റിൽ യൂസ് ചെയ്യേണ്ട സാധനമാണ്. ഇതെപ്പോഴും മറക്കാതെ എടുത്ത് വയ്ക്കുന്ന ഒന്നാണ്. സ്ലീപ്പിയും വയ്ക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ, നമ്മളിപ്പോൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ഒരുപാടായിട്ടുണ്ട്. കാരണം നേരത്തെ ഫീഡിങ് മാത്രം ഉള്ളതുകൊണ്ട്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ബോട്ടിൽ പോലും കൊണ്ടുപോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പം ബോട്ടിൽ ഫീഡും ഉണ്ട്, ബ്രസ്റ്റ് ഫീഡിങ്ങും ഉണ്ട്, പിന്നെ സോളിഡ്സും ഉണ്ട്. അപ്പം ഞാൻ ഇതുപോലെ എനിക്ക് കുറച്ച് അവളുടേതായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, അതെപ്പോഴും ഇങ്ങനെ കൊണ്ടുപോകണം. ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. പിന്നെ അവളുടെ പ്ലേറ്റ്സും സ്പൂണൊക്കെ ഉള്ള ഒരു സെറ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് വയ്ക്കുന്നുണ്ട്. ഇത് പുതിയ സാധനമായിട്ട് ഞാൻ വേറെ കണ്ടെയ്നറിലേക്കൊന്നും ആക്കിയിട്ടില്ല. ഇത് അവളുടെ ഫോമുലയാണ്, അതും. പിന്നെ ഇതവളുടെ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡാണ്. ഇത് ഞാൻ ട്രാവൽ ചെയ്യുമ്പം ചെറിയൊരു ബോട്ടിലുണ്ട്, ആ ചെറിയ ബോട്ടിലും അവൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് സ്ക്രബ്ബർ ഉണ്ട്, അതും എടുത്ത് വെച്ചേക്കാണ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് വെച്ചേക്കുന്നത്. ഇത്രയും തന്നെ ഉള്ളൂ തോന്നുന്നു. പിന്നെ ഒരു ഷൂസ് ഉണ്ട്, അത് ഞാൻ അവളെ ഇടിപ്പിച്ചേക്കാണ്, അവളെ റെഡിയാക്കി വെച്ചേക്കാണ്.
അപ്പം നമ്മൾ അവളുടെ ബാക്ക് പാക്കിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇത്ര സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബാഗിൻ്റെ ഒരു സൈഡിലാണ് അവളുടെ സാധനങ്ങൾ, ഈ സൈഡിൽ എൻ്റെ സാധനങ്ങളും ബിജോയുടെ സാധനങ്ങൾ വയ്ക്കും. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് തന്നെ കണ്ടില്ലേ, ഒരു ഹ്യൂജ് സെറ്റ് ഓഫ് തിങ്സ് ആണ് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് കുറച്ച് ദിവസത്തേക്കുള്ള ഒരു ബാക്ക് പാക്കിംഗ് വീഡിയോ ആണിത്. അപ്പം ഇനി കുറേ ദിവസത്തേക്ക് എന്തൊക്കെയാണെന്ന് അറിയില്ല. പിന്നെ എപ്പോഴും ഫ്ലാസ്ക് എടുക്കാറുണ്ട്. ഫ്ലാസ്കിൽ ചൂടുവെള്ളം എടുക്കാനുള്ള ഫ്ലാസ്ക്, അവളുടെ ബോട്ടിൽ, ഇതൊക്കെ ഞാൻ എൻ്റെ ഡയപ്പർ ബാഗിൽ വെക്കും. അപ്പോൾ നമ്മുടെ ബാക്ക് പാക്കിംഗ് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.